നമസ്കാരം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഉന്നതതല മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. അപകട കാരണം എന്തെന്ന് കണ്ടെത്തുന്നതിനൊപ്പം ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കമ്മിറ്റി പരിശോധിക്കും. ഫ്ലൈറ്റ് ഡേറ്റ, കോപ്പി പിറ്റ്, വോയിസ് റെക്കോർഡുകൾ, എയർക്രാഫ്റ്റ് മെയിന്റനൻസ് റെക്കോർഡുകൾ, ATC ലോഗ്, സാക്ഷികളുടെ മൊഴികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ രേഖകളും സമിതി പരിശോധിക്കും. അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സമർപ്പിക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാറെ പിരിച്ചുവിടാൻ ശുപാർശ. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ A. പവിത്രനെയാണ് പിരിച്ചുവിടാൻ ജില്ലാ കളക്ടർ K. ഇമ്പശേഖരൻ ശുപാർശ നൽകിയത്. ശുപാർശ കത്ത് റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. തുടർച്ചയായ അച്ചടക്ക ലംഘനം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇതിനു മുമ്പ് നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. നിരവധി നടപടികൾക്ക് വിധേയനായിട്ടും നിരന്തരമായ റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ആവർത്തിച്ചു വരുന്നതിനാലാണ് പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ശുപാർശ ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ കത്തിൽ ഉൾപ്പെടുത്തിയത്. കുറ്റ്യാടിയിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ശുചിമുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അരീക്കര സ്വദേശി അസ്ലമാണ് പിടിയിലായത്. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണിത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ഒരു സ്ത്രീ ശുചിമുറിയിൽ പോയപ്പോഴാണ് ജനാലക്കരികിൽ മൊബൈൽ ഫോണുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ സ്ത്രീ ബഹളം വെച്ചിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് അസ്ലമിനെ പോലീസിന് കൈമാറുകയായിരുന്നു. ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടം MLAയും സഞ്ചരിച്ചിരുന്ന വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹനം തടഞ്ഞുള്ള പരിശോധന. വാഹനത്തിൽ നിന്ന് പെട്ടി താഴേക്കിറക്കി പരിശോധിച്ചു. ചാരനിറത്തിലുള്ള പെട്ടിയിൽ നിന്ന് വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് കണ്ടെത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പരിശോധന നടത്തിയത്. അതേസമയം നിലമ്പൂരിൽ വാഹനം തടഞ്ഞുള്ള പോലീസ് പരിശോധന അപമാനിക്കുകയാണെന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. പരിശോധനയോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം പരിശോധനയല്ലായിരുന്നെന്നും ഇൻസൾട്ട് ചെയ്യുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ MSC എൽസയിലെ ഇന്ധന ചോർച്ച അടയ്ക്കുന്നത് പൂർത്തിയായി. എന്നാൽ കപ്പലിൽ നിന്ന് വോയേജ് ഡേറ്റ റെക്കോർഡായ VDR വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വോയേജ് ഡേറ്റ റെക്കോർഡർ കണ്ടെത്തിയാൽ മാത്രമേ ദുരന്തത്തിന് ഇടയായ കാരണം മനസ്സിലാകാനാവൂ. ഹെവി ഫ്യൂവൽ ഓയിൽ ടാങ്ക് 22ന്റെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞതോടെ ഇന്ധന ചോർച്ച പൂർണ്ണമായി അടച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്.